നമസ്കാരം. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പുതിയ വഴിത്തിരിവ്. 2019 തന്നെ പാളികൾ മറച്ചുവിറ്റതായുള്ള സംശയം ഇപ്പോൾ കൂടുതൽ ശക്തമാവുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കങ്ങളും ഇതിന് പിന്നിലെ സൂചനകളിലേക്കാണ്. ആദ്യം സംശയം ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളിലേക്ക് മാത്രം പരിമിതമായിരുന്നു. എന്നാൽ ഇപ്പോൾ കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും അതേവിധം മാറ്റിവെച്ചിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് അന്വേഷണം. കട്ടിളയിലും ദ്വാരപാലക ശില്പങ്ങളിലും നിന്നുള്ള പാളികൾ തിരികെ സന്നിധാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രദർശനവും മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പ്രകടനവും ഒക്കെ ഇവ യഥാർത്ഥമാണ് എന്ന് ജനങ്ങളോട് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ നവംബർ 5 പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവിൽ ക്ഷേത്ര ശില്പങ്ങളുടെ മോഷണവും കടത്തുമുള്ള സാധ്യതയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ദ്വാരപാലക ശില്പപാളികളും കട്ടിലയിലെ സ്വർണ്ണപ്പാളികളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചത്. അന്വേഷണ സംഘം ഇതിനായി ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കും. ഇതിനൊപ്പം തന്നെ കസ്റ്റഡിയിലുള്ള മുൻ ഉദ്യോഗസ്ഥരായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരോടുള്ള ചോദ്യം ചെയ്യലും കൂടുതൽ ശക്തമാക്കി. ഇവരെ ഒരാളായി വേർതിരിച്ചും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യുകയാണ് സംഘം. മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്നും സുധീഷ് കുമാറിന്റെ ബുധനാഴ്ചയും അവസാനിക്കും. അതിനു മുൻപ് ശബരിമലയിൽ നേരിട്ടെത്തി തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വരുമ്പോഴേക്കും സ്വർണ്ണപ്പാളി വിവാദം ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസവിരുദ്ധ കുറ്റമായി മാറാൻ സാധ്യതയുണ്ടെന്നതാണ് വിലയിരുത്തൽ. ക്ഷേത്ര ശില്പ കലാരൂപങ്ങളുടെ മോഷണവും കടത്തും നവംബർ 5 വന്ന ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി പരാമർശിച്ചിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസും പാളി കടത്തലിനെ കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് അവരുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നില്ലെന്ന് മാത്രം. വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് റിപ്പോർട്ടിൽ വിജിലൻസ് എഴുതിയതിന്റെ അടിസ്ഥാനവും ഈ സംശയമായിരുന്നു. 2019 മാർച്ചിൽ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ തട്ടിപ്പ് എളുപ്പമാണെന്ന തോന്നൽ ഉണ്ടാക്കാനായി. ആദ്യ ശ്രമം വിജയിച്ചപ്പോൾ ഉണ്ടാക്കിയ ആത്മവിശ്വാസമാണ് കട്ടിലപ്പാളിയിലേക്കും ദ്വാരപാലക ശില്പങ്ങളിലേക്കും പോറ്റിയുടെയും ദേവസ്വം അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണെത്താനിടയാക്കിയത്. പഴയ വാതിലിൽ പൊതിഞ്ഞിരുന്ന 2519.760 ഗ്രാം സ്വർണത്തിന് പകരം പുതിയ വാതിലിൽ 324.400 ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് രേഖകളെ അടിസ്ഥാനമാക്കി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കള്ളക്കടത്തുകാർ, പ്രത്യേകിച്ച് വിലമതിക്കാനാകാത്ത ദേവസ്വം വസ്തുക്കൾ വിദേശ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന സുഭാഷ് കപൂർ എന്ന ബെൻ നട്ടോറിയസ് ആർട്ട് സ്മഗ്ലർ ഉപയോഗിച്ചിരുന്ന രീതികളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രവർത്തന രീതികളും സാമ്യമുള്ളതായിരുന്നു. 1994 24 ക്യാരറ്റുള്ള 2519.70 ഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്ന ശ്രീകോവിലിന്റെ പഴയ വാതിൽ 2018-19 മാറ്റിവച്ചത് 324.40 ഗ്രാം സ്വർണം പൂശിയ പുതിയ വാതിലാണ്. ഇതിൽ തന്നെ ക്രമക്കേടുകൾക്കുള്ള വാതിൽ തുറന്നു. അളവെടുപ്പിനും ശരിപ്പകർപ്പിനും മുഴുവൻ അവസരം ലഭിച്ച പോറ്റിയും സംഘവും യഥാർത്ഥ വാതിൽ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഇന്നുവരെ മറുപടി നൽകിയിട്ടില്ല. വിജിലൻസ് കണ്ടെത്തലിൽ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് 2 പീഠങ്ങൾ വീണ്ടെടുത്തത്. ഒന്നിനും യാതൊരു രേഖാമൂലമായ നിയന്ത്രണമില്ലായ്മ ഉണ്ടായിരുന്നതായാണ് അന്വേഷണത്തെ കൂടുതൽ സംശയാസ്പദമാക്കുന്നത്. അതിനിടയിൽ 2019 അറ്റകുറ്റപ്പണിക്ക് ശേഷം ദ്വാരപാലക ശില്പങ്ങളുടെ തൂക്കത്തിൽ 4 കിലോയോളം കുറവ് കണ്ടെത്തിയതും അന്വേഷണം കൂടുതൽ ശക്തമാക്കുവാൻ കാരണമായി. കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നത് ദേവസ്വം ബോർഡിന്റെ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ നടക്കാനാവില്ല എന്നതാണ്. മതപരമായ പൈതൃക വസ്തുക്കളുടെ അപഹരണമാണ് ഇതിലൂടെ നടന്നതെന്ന് കോടതി വ്യക്തമാക്കി. അതിനാൽ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ തുടങ്ങി നേരിട്ടോ പരോക്ഷമായോ ഇതിൽ ഉത്തരവാദികളാകാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കോടതി നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു: അഴിമതി നിരോധന നിയമം ബാധകമാകുമോ എന്ന് പരിശോധിക്കുക. 2019 അറ്റകുറ്റപ്പണിയിൽ എത്ര സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് തൂക്കമെടുത്ത് കണ്ടെത്തുക. 1999 സ്വർണ്ണാഭരണത്തിന്റെ സാമ്പിളുകൾ പരിശോധിച്ച് താരതമ്യം ചെയ്യുക. നവംബർ 15 പരിശോധനകൾ പൂർത്തിയാക്കുക. അടച്ചിട്ട കോടതി മുറിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തോട് വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. SIT റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം ഡിസംബർ 3 വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ കത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പം ചെന്നൈയിൽ കൊണ്ടുപോയ 2019 അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ
ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് എഴുതിയ കത്തായിരുന്നു SITക്ക് ശേഖരിച്ചത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തി സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ കണ്ടതിനു ശേഷം മടങ്ങിയെത്തി 3 ദിവസത്തിനുള്ളിലാണ് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അമൂല്യ വസ്തുക്കൾ നഷ്ടപ്പെട്ടേക്കാമെന്ന മുന്നറിയിപ്പുമായി ഈ കത്ത് നൽകിയത്. എന്നാൽ ഈ കത്ത് ബോർഡ് പരിഗണിച്ചില്ല. ഒടുവിൽ സ്വർണ്ണ കവർച്ചയിലുമെത്തി. 2019 ഓഗസ്റ്റ് 5-ന് തിരുവാഭരണ കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ദേവസ്വം മാനുവലും തിരുവാഭരണം ഭരണിപാത്രം സംരക്ഷണ നിയമങ്ങളും 15 വർഷമായി പിന്തുടരുന്നില്ല എന്നുമാണ് കണ്ടെത്തിയതായി ഈ കത്തിൽ പറയുന്നത്. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ കൃത്യമായി പരിപാലിക്കപ്പെടുന്നില്ല. ഇതു സംബന്ധിച്ച സ്റ്റേറ്റ്മെന്റുകൾ ഉദ്യോഗസ്ഥർ മേൽ ഓഫീസുകളിലേക്ക് അയക്കുന്നില്ല. ക്ഷേത്രങ്ങളെ വിലപിടിച്ച വസ്തുക്കളെക്കുറിച്ചുള്ള പരിശോധന നടത്തുകയോ രജിസ്റ്റർ പാലിക്കുകയോ ചെയ്യുന്നില്ല. പ്രഥമ പരിഗണന നൽകേണ്ടത് വിലപിടിപ്പുള്ള സ്വർണം, വെള്ളി ഉരുപ്പടികളുടെ നടവരവിലും വിനിയോഗത്തിലുമാണെങ്കിലും അതിന് ഏറ്റവും അവസാന പരിഗണനയാണ് ലഭിക്കുന്നതെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതുമൂലം അമൂല്യമായ തിരുവാഭരണങ്ങളും ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന് ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ഉത്തരവ് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വയ്ക്കുന്ന അമൂല്യങ്ങളായ വൈരങ്ങളും രത്നങ്ങളും ആഭരണങ്ങളും സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി രേഖ തയ്യാറാക്കി ഭാവിയിലേക്ക് മുതൽക്കൂട്ടായി സംരക്ഷിക്കണം. നിത്യോപയോഗമല്ലാത്ത ആഭരണങ്ങൾ ഉരുക്കി ബാറുകളാക്കി സൂക്ഷിക്കണം. കാണിക്കയായി കിട്ടുന്ന സ്വർണവും വെള്ളിയും മുദ്രപ്പൊതികളായി ദേവസ്വത്തിലും സ്ട്രോങ് റൂമുകളിലും സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതും പരിശോധിച്ച് ഉരുക്കി ബാറുകളാക്കി സൂക്ഷിക്കണം. പാറശാല മുതൽ പെരുമനം വരെയുള്ള 263 സബ് ഗ്രൂപ്പുകളിലുള്ള ക്ഷേത്രങ്ങളിലും പരിശോധന ഉറപ്പാക്കി ഉത്തരവ് നൽകണമെന്നും ഇക്കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയ ഈ നിർദ്ദേശങ്ങൾ ഒന്നും ദേവസ്വം ബോർഡ് പരിഗണിച്ചില്ല എന്നതാണ് സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കട്ടിളപ്പടി കേസിൽ പ്രതിയാണ് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ. അന്വേഷണത്തിൽ ഗൗരവമായ വീഴ്ചകളും സംശയങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കടുത്ത പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വാതിൽപ്പാളി യഥാർത്ഥ സ്വർണ്ണപ്പാളിയാണോ എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് കോടതി നിർദ്ദേശം. അഷ്ടാഭിഷേകം നടക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ള വാതിൽപ്പാളി കണ്ടെത്തിയത്. 1999 വിജയ് മല്യ സമർപ്പിച്ച 2.5 കിലോ സ്വർണ്ണം പൊതിഞ്ഞ യഥാർത്ഥ പാളി തന്നെയാണോ അത്? അതോ ഉണ്ണികൃഷ്ണൻ പൂറ്റി കടത്തിക്കൊണ്ടുപോയതിന്റെ പകരമാണോ എന്നത് ഉറപ്പാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. ഇപ്പോഴുള്ളത് യഥാർത്ഥ പാളിയാണോ അല്ലെങ്കിൽ അതും ഉണ്ണികൃഷ്ണൻ പൂറ്റി കടത്തിക്കൊണ്ടുപോയതാണോ എന്നും അന്വേഷിക്കണം. 2.5 കിലോ സ്വർണ്ണം പൊതിഞ്ഞ വാതിൽപ്പാളിയാണ് 1999 വിജയ് മല്യ നൽകിയത്. വിശ്വാസ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ പൂറ്റി സ്വർണ്ണം പൂശതായി പറഞ്ഞത് വെറും 34 ഗ്രാം മാത്രമുള്ള വാതിൽപ്പാളിയാണെന്നും എന്നാൽ 2.5 കിലോ സ്വർണ്ണമാണ് ആദ്യം ലഭിച്ചതെന്നും രേഖകളിൽ വ്യക്തമാകുന്നു. ഈ ഭീമമായ വ്യത്യാസത്തെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ശബരിമല ദ്വാരപാലക ശില്പങ്ങളെ സ്വർണ്ണപ്പാളികളുമായി പോയ ദേവസ്വം ഉദ്യോഗസ്ഥർ തങ്ങിയത് ചെന്നൈയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലായിരുന്നു. ITC ഗ്രാൻഡ് ചോളയിലും ടി നഗറിലെ ശബരി ഗ്രാൻഡിലുമായിരുന്നു താമസം. ഒരു മുറിക്ക് 20,000 രൂപ ദിവസ വാടകയുള്ള സ്യൂട്ടുകളിൽ തങ്ങിയത് ദിവസങ്ങളോളമാണ്. ഉദ്യോഗസ്ഥർ എവിടെയാണ് തങ്ങിയതെന്നും ആരുടെ ആതിഥ്യമാണ് സ്വീകരിച്ചതെന്നും അന്വേഷിക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് കോടതിയുടെ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികളുമായി ഇവർ ചെന്നൈയിലേക്ക് പോയത്. ശബരിമല അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസൻ, തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണർ റെജിലാൽ, ദേവസ്വം വിജിലൻസ് SI രാകേഷ്, 2 പോലീസുകാർ, ദേവസ്വം സ്പിത്ത്, 2 ഗാർഡുമാർ, സ്വർണ്ണപ്പാളികൾ വഴിപാടായി സമർപ്പിച്ച സ്പോൺസറുടെ പ്രതിനിധി എന്നിവരാണ് ഉണ്ടായിരുന്നത്. ദേവസ്വം ഉദ്യോഗസ്ഥർക്കൊപ്പം ബോർഡിലെ ചില അംഗങ്ങളും ഇവിടെ എത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. സ്റ്റാർ ഹോട്ടലിൽ തങ്ങാൻ പണം ചെലവഴിച്ചത് ആരാണെന്ന് അന്വേഷിക്കും. കേസിൽ ഇതുവരെ പേര് വിവരങ്ങൾ പുറത്തുവരാത്ത ചില ഉന്നതരാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന. ഇവർക്ക് സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധവും അന്വേഷിക്കും.